നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഒടുവിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രക്ഷാപ്രവർത്തക സംഘത്തിന് തിരിച്ചടി കിട്ടിത്തുടങ്ങി. ഇതുവരെ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിക്കുന്നവരെ രക്ഷാപ്രവർത്തനം നടത്തിയ ഡിവൈഎഫ്ഐക്കാർക്ക് തിരുവനന്തപുരത്തേക്ക് അടുക്കുമ്പോൾ തിരിച്ച് പണി കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. കൊല്ലത്ത് ചിന്നക്കടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ രക്ഷാപ്രവർത്തനം നടത്തി രക്ഷിക്കാനെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പൊതിരെ കിട്ടി തല്ല്. അതും കൈകൊണ്ടും കാലുകൊണ്ടും രക്ഷാപ്രവർത്തനം നടത്തിയ ഡിഫിക്കാർക്ക് നേരെ നല്ല കുറുവടി കൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തിരിച്ചുള്ള രക്ഷാപ്രവർത്തനം. ഇത് നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു. കണ്ണൂരിൽ നിന്ന് ആരംഭിച്ചത് മുതൽ, കാസർഗോഡ് നിന്ന് ആരംഭിച്ചത് മുതൽ സാധാരണക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, KSU പ്രവർത്തകരെ പട്ടിയെ തല്ലുന്നതിന് സമാനമായി നടുറോഡിലിട്ട് തല്ലിയ ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും ഗുണ്ടകൾക്ക് അതേ രീതിയിൽ തന്നെയായിരുന്നു മറുപടി നൽകേണ്ടത്. എന്നിട്ടും സമാധാനപ്രിയരായ യൂത്ത് കോൺഗ്രസുകാർ അടി തുടർന്ന് വാങ്ങിക്കൊണ്ടേയിരുന്നു. ഇങ്ങ് കൊല്ലത്തെത്തുമ്പോ നിവർത്തിയില്ലാതെ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ. കൊല്ലത്ത് ചിന്നക്കടയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇത് പ്രതീക്ഷിച്ചതേ. എന്തായിരുന്നു? കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോ കണ്ണൂരിലേക്ക് എത്തുമ്പോ ഈ അക്രമം ആരംഭിച്ചു കഴിഞ്ഞു ഡിവൈഎഫ്ഐയും CPMന്റെയും തെരുവ് ഗുണ്ടകൾ. ഇതിനെല്ലാം ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി, ഒരു ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിനോട് ഇതിനെ ഉപമിച്ച മുഖ്യമന്ത്രി, തന്റെ അംഗരക്ഷകന്മാരുടെ ആക്രമണത്തെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടി, അത് മൗനാനുവാദമല്ല, മുഖ്യമന്ത്രിയുടെ പരസ്യമായ പിന്തുണയോടുകൂടി അക്രമം നടത്താൻ ഒരുമ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന്റെ പിന്നാലെ ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും CPMന്റെയും ഗുണ്ടകൾ കാറുകൾ സഞ്ചരിക്കുന്നു. പട്ടാപ്പകൽ ക്രിമിനൽ കൂട്ടങ്ങളുടെ അഴിഞ്ഞാട്ടമാണ് റോഡിൽ നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. നാണം കെട്ട്, നട്ടലില്ലാത്ത പോലീസാണ്. തൊടാൻ പേടിയാണ്, തൊടാൻ ഭയമാണ്. കഴിഞ്ഞ ദിവസം SFIയുടെ സംസ്ഥാന സെക്രട്ടറി പോലീസിനെ അഭിസംബോധന ചെയ്തത് മാധ്യമങ്ങളിലൂടെ എല്ലാവരും കണ്ടു കാണുമല്ലോ. കേരളത്തിലെ പോലീസിനെ വിളിച്ചതാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി. അതിന് സമാനമായ രീതിയിൽ നടു റോഡിൽ വലിയ ഭയാനകമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കുക, KSUവിന്റെയും SFIയുടെയും പ്രവർത്തകരെ തല തല്ലിപ്പൊളിക്കുക, ചവിട്ടി വീഴ്ത്തുക, കനാലിലേക്ക് ചവിട്ടി തള്ളിയിടുക. കൊന്നാലും കേസെടുക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്രയും ക്രൂരമായ ആക്രമണങ്ങൾ നടത്തിയത്. എന്നാൽ യുവമോർച്ചയുടെ പ്രവർത്തകർ മധ്യ കേരളം മുതൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു തുടങ്ങി. ഒരിടത്ത് ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഒരു യുവമോർച്ച പ്രവർത്തകന്റെ ശരീരത്തിൽ തൊട്ടില്ലല്ലോ. പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രിയുടെ വാഹനം എത്തി കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെ കാറിലെത്തിയ സംഘം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് പന്തികേട് മനസ്സിലായി. നല്ല കുറുവടിയും നല്ല വടികളുമായി തയ്യാറെടുത്ത് തന്നെയായിരുന്നു യുവമോർച്ച പ്രവർത്തകർ എത്തിയത്. അടിച്ച് മുട്ടൊടിക്കുമെന്ന് യുവമോർച്ച പ്രവർത്തകർ പറഞ്ഞു. അത് ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ പെട്ടെന്ന് വണ്ടിയും എടുത്ത് സ്ഥലം വിട്ടു. ഗുണ്ടകൾ വന്ന കാറിന്റെ ചില്ല് പോലും അടിച്ചു പൊട്ടിച്ചു യുവമോർച്ച പ്രവർത്തകർ. അതാണ് യുവമോർച്ചയോട് കളിക്കില്ല, യുവമോർച്ചയെ കളിച്ചാൽ തിരിച്ചടി കിട്ടുമെന്ന് കൃത്യമായി അറിയാം. എന്നാൽ യൂത്ത് കോൺഗ്രസുകാരോ ചോദിക്കാനും പറയാനും ആരുമില്ല. പാവങ്ങൾ കതറിട്ട് വന്ന് തല്ലും വാങ്ങിക്കൊണ്ട് പോകും. നേതാക്കന്മാർ ഒരു അനുശോചനം രേഖപ്പെടുത്തും, അതിനപ്പുറം എന്തു ചെയ്യും? എന്നാൽ കൊല്ലത്തെ യൂത്ത് കോൺഗ്രസുകാർ അവരുടെ ആത്മാഭിമാനം കാത്തു. അവർ തയ്യാറെടുത്ത് തന്നെ ഇരുന്നത്. പല പ്രധാന നേതാക്കളെയും കരുതൽ തടങ്കലിലാക്കിയെങ്കിലും അവർ ചിന്നക്കടയിൽ തയ്യാറെടുത്ത് നിന്നു. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാണിച്ചു. തൊട്ടു പിന്നാലെ ഡിവൈഎഫ്ഐക്കാർ വളഞ്ഞു. പക്ഷേ ഡിവൈഎഫ്ഐക്കാർ വിചാരിച്ചത് എല്ലായിടത്തും പോലെ അവർ തല്ലും കൊണ്ട് ചവിട്ടും കൊണ്ട് മിണ്ടാതെ പോകുമെന്നാണ്. പോലീസ് നോക്കി നിൽക്കുകയും ചെയ്തു. എന്നാൽ ഡിവൈഎഫ്ഐ ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ കയ്യിലുണ്ടായിരുന്ന കമ്പും കുറുവടികളുമായി തിരിച്ചടി തുടങ്ങി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അവസാനം അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ തല്ലുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഓടുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെയാണ് കൊല്ലത്ത് കണ്ടതെന്ന് ദൃശ്യങ്ങൾ പറയുന്നു. ഇത് അനിവാര്യമായിരുന്നു. ഇതിപ്പോഴല്ല അനിവാര്യമായി, ഇത് ആദ്യം മുതലേ ഇത് തുടങ്ങിയിരുന്നുവെങ്കിൽ ഈ മുഖ്യമന്ത്രി പറഞ്ഞ ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരുത്തനും വരില്ലായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞ രക്ഷാപ്രവർത്തനം നടത്താൻ പോലീസ് കൃത്യമായി ഉണ്ടായിരുന്നു. അവർക്കറിയാം രക്ഷാപ്രവർത്തനം നടത്താൻ. ഈ മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശിസുകളോടെ, മുഖ്യമന്ത്രിയുടെ
അനുവാദത്തോടുകൂടി മുഖ്യമന്ത്രിയുടെ താല്പര്യത്തോടുകൂടി മുഖ്യമന്ത്രി പറഞ്ഞിട്ട് തന്നെ ഈ ഗുണ്ടാ സംഘം ആ വാഹന വ്യൂഹത്തിന്റെ പുറകിൽ ഉണ്ട് എന്നതിന് നിരവധി തെളിവുകളുണ്ട്. ഒടുവിൽ ശരത്ചന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പഴയ തീപ്പൊരി നേതാവിന് പറയേണ്ടി വന്നു, തിരുവനന്തപുരത്ത് എത്തുമ്പോഴെങ്കിലും നമുക്ക് നേതാക്കന്മാർക്ക് കരിങ്കൊടി കാണിക്കണം. നമ്മൾ തിരുവനന്തപുരത്തെങ്കിലും ഈ സമരത്തിന്റെ മുന്നിൽ ഇറങ്ങി നിന്ന് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കണം. ഇല്ലെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടു റോഡിൽ മർദ്ദനമേറ്റ പാവപ്പെട്ട പ്രവർത്തകരോട് ചെയ്യുന്ന കൊടും വഞ്ചനയാകും ഇത്. കാലം നമുക്ക് മാപ്പ് തരില്ല എന്നൊരു നേതാവ് പറയുകയാണ്. ടി ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞത് എത്രയോ കൃത്യമാണ്. എന്തിനാണ് പാവപ്പെട്ട ഈ KSUക്കാരനെയും യൂത്ത് കോൺഗ്രസ്സുകാരനെയും മാത്രം അടികൊണ്ട് തലപൊളിയാനായി നടു റോഡിൽ തള്ളിയിട്ടിട്ട് ഇങ്ങനെ നേതാക്കന്മാർ മാറി നിൽക്കുന്നത്? ഒരു സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ സമരത്തിന്റെ മുൻനിരയിലേക്ക് നേതാക്കന്മാർ എത്തണം. തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ സംസ്ഥാനതല നേതാക്കൾ ഈ സമരത്തിന് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഏത് DYFIക്കാരൻ തൊടുമെന്ന് കാണണമല്ലോ. അത്രയ്ക്കെന്താണ് ഗുണ്ടായിസം? മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പാടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കറുപ്പ് കണ്ടാൽ ഹാലിളകും. കാലിക്കറ്റ് ക്യാമ്പസിനകത്ത് ഗവർണറെ മുണ്ടുപൊക്കി കാണിക്കുന്നതിന് തെറ്റില്ല. കാലിക്കറ്റ് ക്യാമ്പസിനകത്ത് ഗവർണറെ തെറി വിളിക്കുന്നതിന്, ഗവർണറുടെ തന്തയ്ക്ക് വിളിക്കുന്നതിന്, പച്ചയ്ക്ക് തെറി വിളിക്കുന്നതിന്, അവിടെ കറുത്ത തുണിയും കറുത്ത ബാനറും കെട്ടി അഴിഞ്ഞാടുന്നതിന് ഒരു തെറ്റുമില്ല. ഗവർണർ എന്തെങ്കിലും പ്രതികരിച്ചാൽ അത് ഗവർണർ രാജായി. എന്നാൽ മുഖ്യമന്ത്രിക്ക് കറുപ്പ് കണ്ടുകൂടാ. കറുപ്പ് വസ്ത്രം അറിയാതെ ഇട്ടുപോയി എന്ന പേരിൽ ഒരു പെൺകുട്ടിയെ, ഒരു യുവതിയെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതെന്താണ് അവസ്ഥ? അത് ന്യായം. അതിന് CPM-ഉം ഇടതുപക്ഷമൊക്കെ ന്യായീകരിക്കും. മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധമാണ്. ഈ കറുപ്പ് എന്ന് പറയുന്ന നിറത്തിനെ കേരളത്തിൽ നിരോധിക്കാൻ ഈ പിണറായി ആരാണ്? കേരളത്തിൽ പിണറായിയുടെ ഭരണമുള്ളിടത്തോളം കാലം കറുപ്പ് നിറം വേണ്ട എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന BJPയുടെ ഒരു പഞ്ചായത്ത് അംഗത്തിന്റെ ഒരു പ്രതിഷേധം സോഷ്യൽ മീഡിയ എത്ര വേഗമാണ് ഏറ്റെടുത്തത്. അപ്പോൾ അത്രത്തോളം ആളുകൾ ഈ ഭരണത്തെ അല്ലെങ്കിൽ ഈ വികലമായ തീരുമാനങ്ങളെ, ഈ പോലീസിന്റെയും ഈ പാർട്ടിക്കാരുടെയും ഈ വികലമായ ശീലങ്ങളെയൊക്കെ വെറുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ സമരവീര്യം പുറത്തെടുത്തിരിക്കുന്നു. അടികൊടുത്തു എന്ന് മാത്രമല്ല, കയ്യിൽ കരുതിയിരുന്ന കുരുമുളകും സ്പ്രേ ചെയ്തു, കാഴ്ചയും പോയി. അങ്ങനെ നവകേരള സദസ് ആരംഭിച്ചത് മുതൽ തുടങ്ങിയ രക്ഷാപ്രവർത്തനം അവസാനം തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ കൂട്ടയടിയിൽ കലാശിക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇനിയുള്ള ഓരോ ഇടങ്ങളിലും കൂടുതൽ കരുത്തോടുകൂടി ഞങ്ങൾ തയ്യാറായി നിൽക്കുമെന്ന് യൂത്ത് കോൺഗ്രസും പറയുമ്പോൾ DYFIയും വെറുതെ ഇരിക്കുമെന്ന് കരുതാനാകില്ല. അങ്ങനെ നവകേരള സദസ്സിന്റെ അവസാന ലാപ്പ് എന്ന് പറയുന്നത് തെരുവ് യുദ്ധവും തെരുവ് സംഘർഷവുമായി മാറും. കേരളത്തിന്റെ പോലീസിന്, പിണറായിയുടെ പോലീസിന് ഇനി പിടിപ്പത് പണിയായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.